മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച പഠന റിപ്പോർട്ട് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ആരോഗ്യമന്ത്രിക്ക് പറ്റിയത് വലിയ പിഴവ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തേതെന്ന് കാണിച്ച് മന്ത്രി പോസ്റ്റ് ചെയ്ത പഠന റിപ്പോർട്ട് 2018 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തേതാണെന്ന് തെളിഞ്ഞതോടെ മന്ത്രി വെട്ടിലായി. മന്ത്രി റിപ്പോർട്ട് തീയതി നീക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തന്നെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അമീബ കണ്ണിനെ എങ്ങനെ ബാധിക്കുമെന്ന് 2 ഡോക്ടർമാർ 2013 പഠനം നടത്തിയെങ്കിലും 2018 ഇതിന്റെ ഗവേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഏഞ്ചൽ മേരി മാത്യു ചേരുന്നു വിവരങ്ങളുമായി. ഏഞ്ചൽ, ഒരു തോക്ക് തിര നിറച്ച് സ്വന്തം തലയ്ക്ക് നേരെ വെച്ച് നിറയൊഴിക്കുക എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പറഞ്ഞതുമാതിരിയായി അതേ തീവ്രതയിലല്ലെങ്കിൽ പോലും ഈ റിപ്പോർട്ട് പങ്കുവയ്ക്കൽ ആരോഗ്യമന്ത്രിയുടെ തീർച്ചയായും ഒരു സെൽഫ് ഗോൾ എന്ന് തന്നെ പറയാം. സ്റ്റഡി ഓൺ അക്കാദമിക കേരള സീരീസിന് ടെറിഷറി ഐ കെയർ സെന്റർ സബ് കേരള ഇന്ത്യ എന്ന പേരിൽ ഡോക്ടർ അന്ന ചെറിയാൻ, ഡോക്ടർ ജ്യോതി ആർ എന്നിവർ നടത്തിയ പഠന റിപ്പോർട്ടാണ് മന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മസ്തിഷ്ക ജ്വര വ്യാപനം സംസ്ഥാനത്ത് അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് മന്ത്രി ഇങ്ങനെ ഒരു പഠന റിപ്പോർട്ട്, ഗവേഷണ പ്രബന്ധം പങ്കുവച്ചത്. അതിൽ പറയുന്നത് 64% പേർക്ക് കൊർണിയ അൾസർ എന്ന രോഗം പിടിപെട്ടത് വീട്ടിലെ കിണർ വെള്ളത്തിൽ നിന്നാണ് എന്നുള്ളതായിരുന്നു ഈ പഠനത്തിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അത് അമീബ സംബന്ധമായ രോഗം സംസ്ഥാനത്ത് കിണറുകളിലെ വെള്ളത്തിൽ നിന്ന് പടരുന്നുണ്ട് എന്ന് 2013 തന്നെ കണ്ടെത്തി. പക്ഷെ അന്നത്തെ UDF സർക്കാർ ഒന്നും ചെയ്തില്ല. UDF സർക്കാർ ഒന്നും ചെയ്യാത്ത കാര്യമായിരുന്നു മന്ത്രി ഒരു വാദമായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയർത്തിക്കാട്ടിയിരുന്നത്. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം, അല്ലെങ്കിൽ മന്ത്രി മനഃപൂർവ്വം മറച്ചുവെച്ചൊരു കാര്യം, ഈ പഠനം നടക്കുന്നത് 2013 പോലും ഇന്ത്യൻ ജേർണൽ ഓഫ് മൈക്രോബയോളജി റിസർച്ച് എന്ന പ്രസിദ്ധീകരണത്തിൽ മാർച്ച് ലക്കത്തിൽ 2018 ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ്. 2018 എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലമാണ്. KK ശൈലജയാണ് ആരോഗ്യമന്ത്രി. അതായത് ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് 2018 KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. 2013 തന്നെ കണ്ടെത്തിയെങ്കിൽ പോലും അന്നത്തെ UDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച മന്ത്രി ഇനിയിപ്പോൾ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. ഈ പഠന റിപ്പോർട്ട് സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പല ആരോഗ്യ വിദഗ്ധർ സംശയം ഉന്നയിച്ചിരുന്നു. 2013 പ്രസിദ്ധീകരിച്ചതല്ല ഈ പഠനം, 2018 ഈ പഠനം പ്രസിദ്ധീകരിച്ചതെന്ന് പല ആരോഗ്യ